of the wine of this area. So when you see this symbol, is a Chianti Classico wine. There is this ring with a Syria. PR Food ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇറ്റലിയിലെ ഒരു വൈൻ രുചിക്കൽ യാത്രയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇന്ന് ഇറ്റലിയുടെ മനോഹരമായ വൈൻ മേഖലകളിലൂടെയും അവിടുത്തെ സ്വാദിഷ്ടമായ വൈനുകളുടെ രുചികളും ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കാം. ഒരു ഇറ്റാലിയൻ വൈൻ രുചിക്കൽ സാധാരണയായി മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളിലാണ് നടക്കാറുള്ളത്. വൈൻ ഉൽപ്പാദകർ നിങ്ങളെ ഗൈഡ് ചെയ്യുകയും വിവിധ വൈനുകളുടെ ചരിത്രവും ഉൽപ്പാദന രീതികളും വിശദീകരിക്കുകയും ചെയ്യും. ഓരോ വൈനും നിങ്ങളുടെ ഗ്ലാസ്സിൽ ഒഴിച്ച് നിറം, ഗന്ധം, രുചി എന്നിവ ശ്രദ്ധിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അത്തരം ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഏകദേശം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു വൈനറിയാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അവിടുത്തെ ഗൈഡ് തന്നെ നമുക്ക് കാണിച്ചിരുന്നതാണ്. ഇതൊക്കെ വരുന്നത് ഒലീവ് മരങ്ങളാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവർ ഒലീവ് എണ്ണ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒലീവ് നല്ല പഴുത്ത ഒലീവ് കായകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഒലീവ് എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചേർത്ത പലഹാരങ്ങൾ, ബ്രെഡുകൾ ഒക്കെ അതും ഇതിൻ്റെ കൂടെ ഈ വൈനിൻ്റെ ഒപ്പം തന്നെ നമുക്ക് യഥേഷ്ടം രുചിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലാണ് ഇതുള്ളത്. ചുറ്റും മുന്തിരി പടർപ്പുകളാൽ സമൃദ്ധമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അത് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. വളരെ ഇതെങ്ങനെയാണ് ഈ ഒരു വൈന് ഉണ്ടാക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. ഇത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒലിവ് തോട്ടങ്ങളാണ്. അപ്പോൾ ഒലിവ് വ്യാപകമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒലിവെണ്ണ ഉൽപ്പാദനവും ഇവിടെ വളരെ വൻതോതിൽ നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഏതായാലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം. എങ്ങനെയാണ് വൈന് ഉണ്ടാക്കുന്നത്, വൈൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ സാധിക്കും. ഇതൊരു വളരെ പഴക്കം ചെന്ന ഒരു വൈൻ ഉൽപ്പാദന കേന്ദ്രമാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എങ്ങനെയാണ് വൈൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ മോഡേൺ ടെക്നോളജിയിലൊക്കെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് ആ ഒരു ട്രഡീഷണൽ ലെവലിൽ എങ്ങനെയാണ് വൈൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരുപാട് ബാരലുകളായിട്ട് വൈനാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനത്തെ ഈ ഒരു അറയിൽ ഏകദേശം ഒരു ഭൂമിക്കടിയിലായിട്ടുള്ള ഒരു സ്റ്റോറേജ് പ്ലേസാണിത്. അപ്പോൾ ഒരുപാട് വീപ്പകളിലായിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഡേറ്റും എത്ര വർഷം പഴക്കമൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വടക്കൻ ഇറ്റലിയിലെ പിയാമോണ്ട പ്രദേശത്തെ ബൊറോളോ, ടസ്കാനിയിലെ സിയേന പ്രദേശം ഫുൾ ബോഡിയുടെ ചുവന്ന വൈനുകൾക്ക് പേരുകേട്ടതാണ്. തെക്കൻ ഇറ്റലിയിൽ പുളിയുള്ള വെള്ള വൈനുകൾക്കും സിസിലിയിലെ എറ്റ്ന റോസ വൈനുകൾക്കും പ്രസിദ്ധമാണ്. അങ്ങനെ വ്യത്യസ്തമായ വൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഇവിടെ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈനുകളാണ്. എങ്ങനെയാണ് ഒരു വൈന് ടേസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് വൈനിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി എന്നുള്ളത് നമുക്കിവിടെ വന്ന് അവർ നമ്മളെ പഠിപ്പിച്ച് തരുന്നതാണ്. There is this ring with a serial number. Every bottle has a serial number. That means high quality for the wine, you know. What is the blend? 90% Sangiovese here with a Cabernet Sauvignon, Merlot and Canadian. Is the typical color of the Chianti Classico. So the first things when they pour you the wine is to give a look to the color of your wine. They will give you a lot of information about the quality of the wine. This is Sangiovese. So the typical color of the Sangiovese is ruby red that go to red garnet. You will not find purple in this kind of wine, no? So you first give a look to the color of your wine, then you smell it. Go with the nose more inside you can. A deep breath, take a breath and look a couple of times. What you will feel here is a red fruit, especially cherry. In this one you feel really a fresh cherry, you know? It's very typical of this kind of wine. This is എന്തായാലും നമ്മൾ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് വൈന് ടേസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ വൈനിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ രുചി എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അവിടുന്ന് പലരും നല്ല ക്വാളിറ്റി വൈന് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഇന്നത്തെ വൈൻ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പുതിയ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.